പരിപാടി, അങ്ങനെ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നതും ആ സിനിമ ഞങ്ങൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാനൊരു സിനിമ പ്രൊഡ്യൂസർ പാർട്ട്ണറായിട്ട് ചെയ്തു. നിഴൽ എന്ന് പറഞ്ഞ് ചാക്കോച്ചനും നയൻതാര അഭിനയിച്ച സിനിമ. ഞാനും ആൻഡോ ചേട്ടനും അഭിജിത്ത് എന്നൊക്കെ പറഞ്ഞൊരു ടീം, ഞങ്ങളൊരു 3-4 പേര് കൂടി ചേർന്നിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഈ വരുന്ന വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എത്തുന്നത്. ഓ ഓക്കെ. അപ്പം ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിടെ ഒരാൾ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇന്ന് വെറും സിനിമയിൽ ആർട്ടിസ്റ്റുകളെ അവരുടെ ഡേറ്റ് എടുത്ത് സിനിമയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന, ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലത്തെ അത് ശരിക്കും അവരുടെ അറിവില്ലായ്മയാണ് അവരാ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് സിനിമയ്ക്ക് മസ്റ്റാണ്. അവർ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളൊന്നും സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇവിടെ ഏത് സിനിമയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ നടക്കുന്നത്? അവർ തന്നെ പറയുന്നു അവർ ഇത്രയും സിനിമകൾ ചെയ്തിട്ട്, അവർ ഇത്രയും സിനിമ ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റുമോ? പ്രൊഡക്ഷൻ കൺട്രോൾ ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിയെങ്കിൽ പിന്നീട് അവരൊരു സിനിമ ചെയ്തതിന് ബാക്കിയുള്ള പടത്തിൽ അവരെന്തിനാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ വെച്ചത്? അവർക്ക് അങ്ങോട്ട് മാനേജ് ചെയ്താൽ പോരെ. സിനിമയ്ക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ കൺട്രോൾ മസ്റ്റാണ്. അവരുടെ അറിവില്ലായ്മ അവരെന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാർ കള്ളന്മാരാണ് എന്നൊക്കെയാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഏത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് കള്ളന്മാരായേക്കുന്നത്? ഏതായാലും ഒരു പ്രൊഡ്യൂസർ അറിയാതെ ഒരു സിനിമയുടെ ഒരു കാര്യവും നടക്കില്ല. സാമ്പത്തിക കാര്യങ്ങൾ പ്രൊഡ്യൂസർ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 രൂപ കൊടുക്കണമെങ്കിൽ പോലും പ്രൊഡ്യൂസറോട് ചോദിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. അതിനിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അവർക്കെതിരെ നിയമ നടപടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം പെട്ട ആൾ, ഞാൻ അവരുടെ സിനിമ ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ സിനിമ ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളിൽ അത് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് വാങ്ങി, കാർ വാങ്ങിയെന്നൊക്കെ. ഞാൻ എൻ്റെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം ഫോർച്യൂണർ ഓടിച്ചാണ് അവരുടെ ഓഫീസിൽ ചെന്നേക്കുന്നത് സിനിമ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ എന്തർത്ഥത്തിലാണ് ഈ പറഞ്ഞേക്കുന്നത്? പിന്നെ മാത്രമല്ല, ഒരു ഫ്ലാറ്റ് വാങ്ങാനും ഒരു കാർ വാങ്ങാനും ഒക്കെ ഒരാളിത് അടിച്ചു മാറ്റുമ്പോഴേക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ പ്രൊഡ്യൂസർക്ക്? ഒരു ഫ്ലാറ്റ് വാങ്ങാനും ഒരു കാർ വാങ്ങാനൊക്കെ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു 35-40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരണം എടുക്കാനായിട്ട്. ഒരു ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ അത് വേണം. അത്രയും പൈസ ഇവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ അടിച്ചുകൊണ്ട് പോകുമ്പോൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്കില്ല. ഇവർ ഇത്രയും സിനിമ ചെയ്ത പ്രൊഡ്യൂസറല്ലേ? അപ്പോൾ അവർ വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി, അവർ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. കുറച്ചാൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പുറകെ പോയി, അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു, കുറച്ച് ഫെഫ്കയുടെ പുറകെ പോകും. നമ്മൾ കേൾക്കുന്ന മൈൻഡിക്കണേ ഇല്ല. പോട്ടെ, പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ലാതെ ഒരു സിനിമയും നടക്കാൻ പോകുന്നില്ല. അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പണി, അതായത് ഓക്കെ, ഇങ്ങനെ ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെയായി ഇനി നമ്മൾ പ്രൊജക്റ്റിലേക്ക് കയറാൻ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അങ്ങ് ആര് വേണം നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വെക്കണം എന്നുള്ളത് അവിടെ അവർ ആദ്യം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തുടങ്ങുകയാണ് ആരെയാണോ നിയോഗിച്ചത് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ സെറ്റിൽ ആരൊക്കെ ഉറങ്ങിയാലും ആരൊക്കെ ലേറ്റ് ആയിട്ട് വന്നാലും ആരൊക്കെ ഇങ്ങനത്തെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ടെൻഷൻ ശരിക്കും അനുഭവിച്ച ഒരാളാണ്. അതേസമയം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഷനും അനുഭവിച്ച ഒരാളാണ്. ഇക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതൽ തോന്നിയിരിക്കുന്നത് ഈ പ്രൊഡ്യൂസറാണോ അത് പ്രൊഡക്ഷൻ കൺട്രോളർ? അല്ല, രണ്ടിൻ്റെതായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് നിൽക്കുമ്പോൾ ആ സിനിമയുടെ ഫുൾ ഉത്തരവാദിത്തം, അതായത് ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ, ആ തിയേറ്ററിൽ ഇറങ്ങി അത് ഓടുന്നത് വരെ, ഓടിക്കുന്നത് വരെയും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൽ നിക്ഷിപ്തമാണ്. അതെ, അത് ഇപ്പോൾ ഇപ്പോഴേ നമ്മളൊക്കെ വന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് തുടക്കം മുതൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കണം. ഒരു സബ്ജക്റ്റ് വരുന്നു, അതിനൊരു ഡയറക്ടർ തീരുമാനിക്കുന്നു, ആ ഡയറക്ടർക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, അതിന് പറ്റിയ ഒരു ആർട്ടിസ്റ്റിനെ അവർ പറയുമ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ പിന്നാലെ പോകുന്നു, ഇത് കേൾപ്പിക്കുന്നു, അവരുടെ ഡേറ്റ് കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഒരു കഥയൊക്കെ ആയി കഴിയുമ്പോൾ അവർ തന്നെ നേരിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷനൊക്കെ ആയി കഴിയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെല്ലാവരും കൂടി തീരുമാനിക്കണം. ആ പ്രൊഡ്യൂസറും ഡയറക്ടറും അവർക്ക് പറ്റിയ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവർ തീരുമാനിക്കും. നമ്മൾ വന്ന സമയത്തൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഞാൻ തുടക്കം പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു സാധനം ഏറ്റെടുത്താൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം, ഈ ഒരു സെറ്റിൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഈ 100 പേർക്കും ഒരു കുറവുമില്ലാതെ ഇവരെല്ലാം
നോക്കിയും ഇവരുടെ കാര്യങ്ങൾ നടത്തിയും ഈ സിനിമയ്ക്കൊരു കുഴപ്പമില്ലാതെ, അതായത് ഡയറക്ടർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവിടെ നടക്കുകയും വേണം, പ്രൊഡ്യൂസർ ചെയ്യുന്ന ആവശ്യമില്ലാതെ കാശ് പോവുകയും ചെയ്യാൻ പാടില്ല. ഇത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തം പ്രൊഡക്ഷൻ കൺട്രോളിൽ നിൽക്കും. നമ്മുടെ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റും വന്നിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അതിന്റെ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം വളരെ സൂപ്പർ ഹിറ്റ് എന്ന് വിചാരിച്ചിരുന്ന സിനിമകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതൊക്കെ അത്രയും കളക്ഷൻ വന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ കാണുന്നത്. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറപ്പെടുവിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം കണക്കാണ്. ഓ, ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓഫീസർ കൊണ്ട് കൂട്ടി 11 കോടി രൂപ ഷെയർ വന്നിട്ടുള്ളൂ. അത് കേരളത്തിൽ നിന്നുള്ള ഷെയറാണ് അവർ പറയുന്നത്. 11 അതിലും കൂടുതൽ വന്നു എന്ന് നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അതിലും കൂടുതൽ അവർക്ക് കഴിഞ്ഞ ദിവസം വരെയും ഷെയർ വന്നു. ബാക്കിയുള്ളത് അവർ കണക്കി പറയുന്നില്ല. ഈ സിനിമ ഔട്ട് ഓഫ് കേരള റിലീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ഷെയർ ഉണ്ട്. ഇത് GCC അതായത് ഓവർസീസ് റിലീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്നൊരു ഷെയർ ഉണ്ട്. പിന്നെ സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ കണക്കുണ്ട്. ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സിനിമ നഷ്ടം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാ സിനിമയെന്നല്ല ഞാൻ പറയണത്. ഇവിടെ മലയാളത്തിൽ അത്യാവശ്യം ഓടുന്ന പടങ്ങളെ നമുക്ക് മറ്റുള്ള ബിസിനസ്സിലോട്ട് പോകുള്ളൂ. പക്ഷേ ഒട്ടുമിക്ക സിനിമകളും ഔട്ട് ഓഫ് കേരളയും ഓവർസീസ് എല്ലാം റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു വരുമാനം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ നഷ്ടം വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനോട് ചേർത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ചാക്കോച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ട് കാണുമല്ലോ. ഇന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലെ നഷ്ടമുള്ള ഇതാണ്, ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് സിനിമ ചെയ്തു കൊടുക്കാം. പ്രൊവൈഡ് ഈ കേരളത്തിനുള്ളിലത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന പൈസ എത്രയാണെങ്കിലും അത് പ്രൊഡ്യൂസർ എടുത്തോട്ടെ. ഈ പറയുന്ന കേരളത്തിന് പുറത്തും അന്യ നാടുകളിലും ഒക്കെ ഉള്ളതും സാറ്റലൈറ്റും OTT-യുമായിട്ടുള്ള റേറ്റ് എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഇവിടത്തേക്കാളും കൂടുതൽ എമൗണ്ട് ആണത്. ഈ പറഞ്ഞ ഒരു സിനിമ ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പം ഏകദേശം 10 രൂപയിൽ മേൽ വന്ന രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ പുറത്തുനിന്ന് ഏകദേശം അതുപോലെ തന്നെ 4-5 രൂപ പുറത്തുനിന്നും വന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് 1-1.5 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് 7-7 രൂപയ്ക്ക് അത് പോയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതാണ് ഇവിടുന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ അതല്ലേ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതും ഒരു പ്രൊഡ്യൂസർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാനും അല്ല, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ചാക്കോച്ചൻ അതിനൊരു ഉദാഹരണം പറഞ്ഞല്ല, ചാക്കോച്ചന് വേണമെന്നല്ല പറഞ്ഞത്. അവര് ഇട്ടിരിക്കുന്ന പ്രസ്താവനയ്ക്കെതിരായിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് ആ റൈറ്റ്സ് എല്ലാം കൂടി വേണമെന്നല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള ഷെയർ പ്രൊഡ്യൂസർ എടുത്തോട്ടെ, എനിക്ക് ബാക്കിയുള്ളത് തന്നാൽ മതി എന്ന് പുള്ളി പറഞ്ഞതാണ്.